ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതുപോലെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡാർക്ക് സോയാ സോസാണ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി തോലോട് കൂടി തന്നെ ചേർക്കാൻ നോക്കുക. ഇനി ചേർക്കുന്നത് 1 സ്പൂൺ പെരിഞ്ജീരകം ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. ഇനി ഓരോ ചിക്കനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തീ കൂട്ടാനേ പാടില്ല കേട്ടോ, എന്നാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടി ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.